Welcome back to the geography class after a short break. In the last geography class, we discussed about the factors which affect the formation of soil. Now let's move to the types of soil. It's an important area of the chapter. You can expect many questions from this area like 5 mark, 3 mark and even 1 mark questions. So today we are going to discuss about two types of soil, laterite soil and mountain soil. First one, laterite soil. ആക്ച്വലി ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിൽ കേരളത്തിലോ കണ്ടുവരുന്ന ഒരു സാധാരണ സോയിൽ മാത്രമാണ്. നമ്മളതിനെ ചരൽക്കല്ല് അല്ലെങ്കിൽ ചരൽമണ്ണ് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സോയിലാണത്. നമ്മുടെ സാധാരണ കണ്ട് പരിചയപ്പെട്ടുള്ളൊരു സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു സോയിലും കൂടെയാണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്ന സോയിൽ. Okay, now let's see the features of this soil. First one, let's see the origin of the word laterite. Actually, the word laterite derived from the Latin word later, which means brick. Point number 2, laterite soil develops under tropical and subtropical climate. നമുക്കറിയാം ഇന്ത്യയുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഈ രണ്ടിൻ്റെ ഒരു ബ്ലെൻഡാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു സോയിൽ തന്നെയാണ് ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സോയിൽ ഡെവലപ്സ് അണ്ടർ ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ബെസ്റ്റ് എക്സാമ്പിൾ ഇന്ത്യ. പോയിന്റ് നമ്പർ 3. Now let's see how this laterite soil formed. It is a result of intense leaching due to heavy rain. അതായത് നമ്മൾ മഴ പെയ്യുമ്പോൾ നമുക്കറിയാം മണ്ണിൻ്റെ ടോപ്പ് സോയിലൊക്കെ ഒരുപാട് ഒലിച്ച് പോകാറുണ്ട്, വാഷിംഗ് അവേ. ആ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ലാറ്ററൈറ്റ് സോയിൽ ഫോം ചെയ്യുന്നത്. Leaching means it is the loss of water-soluble plant nutrients from the soil due to rain and irrigation. അതുകൊണ്ട് തന്നെയാണ് ലാറ്ററൈറ്റ് സോയിൽ നമുക്ക് അധികം കാണുന്നത് കല്ലൊക്കെ ആയിരിക്കും. അധികം ഒരു ന്യൂട്രിയൻസ് ഒന്നും അതിലുണ്ടായിരിക്കില്ല. കാരണം ഇത് തന്നെയാണ് ലീച്ചിങ് കാരണം അതിൻ്റെ ടോപ്പ് സോയിലൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അതുപോലെ അതിൻ്റെ നല്ല ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെടുന്നു. ഓക്കെ, സോ പോയിന്റ് നമ്പർ 3 വാസ് ഹൗ ലാറ്ററൈറ്റ് സോയിൽ ഫോംഡ് ബിക്കോസ് ഓഫ് ദി ലീച്ചിങ് പ്രോസസ്. പോയിന്റ് നമ്പർ 4, as you know, laterite soil is deficient in plant nutrients. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് ലീച്ചിങ്ങിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന സോയിൽ ആയതുകൊണ്ട് തന്നെ അതിൽ പ്ലാന്റിന് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും അധികമായിട്ട് ഉണ്ടാവില്ല. സോ യു ക്യാൻ ടെൽ ഇറ്റ് ഈസ് ഡെഫിഷ്യൻ ഇൻ പ്ലാന്റ് ന്യൂട്രിയൻസ്. ഡെഫിഷ്യൻ മീൻസ് ലോ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, laterite soil is usually humus rich, but in sparse vegetation and in semi-arid environment it is humus poor. നമുക്കറിയാം പ്ലാന്റിന് വേണ്ട ഒരു ന്യൂട്രിയൻസ് തന്നെയാണ് ഹ്യൂമസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ ഈ ട്രീസിൻ്റെയും മറ്റ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇലകളും മറ്റും വീണ് അഴുകിയിട്ടുണ്ടാകുന്ന ഒരു ന്യൂട്രിയൻ കണ്ടൻ്റാണ് ഹ്യൂമസ്. ബട്ട് ആക്ച്വലി ഒരു സാധാരണ ലാറ്ററൈറ്റ് സോയിലിൽ അത്യാവശ്യം ഹ്യൂമസ് എല്ലാം ഉണ്ടായിരിക്കും. ബട്ട് ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഈ ലാറ്ററൈറ്റ് സോയിലിൽ തീരെ ഹ്യൂമസ് കണ്ടന്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനുണ്ട്. എവിടെയാണ് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് സ്പാർസ് വെജിറ്റേഷൻ. സ്പാർസ് വെജിറ്റേഷൻ മീൻസ് ചില സ്ഥലങ്ങളിൽ നമുക്ക് വെജിറ്റേഷൻ കുറവായിരിക്കും. അതായത് വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്ലാന്റ്സ് അതുപോലെ ട്രീസൊക്കെ. അപ്പോൾ അധികം ട്രീസും അതുപോലെ പ്ലാന്റ്സും ഇല്ലാത്ത ഏരിയയ്ക്ക് പറയുന്ന പേരാണ് സ്പാർസ് വെജിറ്റേഷൻ. അപ്പോൾ അവിടെ എന്താണ്, ഇത് ഹ്യൂമസ് ലെസ് ആണ്, ഹ്യൂമസ് പൂറാണ്. സ്പാർസ് വെജിറ്റേഷനിൽ ഹ്യൂമസ് ഇല്ല. എന്നാൽ അതുപോലെ തന്നെയാണ് സെമി അരിഡ് എൻവയോൺമെൻറ്റ്, അതായത് ഡ്രൈ ആയിട്ടുള്ള ഏരിയ, എന്നാൽ അധികം ഡ്രൈ അല്ല, ഒരു സെമി അരിഡ്, ഒരു മീഡിയം ഡ്രൈ ആയിട്ടുള്ള ഏരിയാസിലും ഇത് ഹ്യൂമസ് പൂറാണ്. ഓക്കെ, അപ്പോൾ മറ്റിടത്തെല്ലാം കമ്പാരിറ്റീവ്ലി ഇത് ഹ്യൂമസ് റിച്ച് ആണ്. എവിടേക്കാണ് ഹ്യൂമസ് പൂർ ആയിരിക്കുന്നത്? സ്പാർസ് വെജിറ്റേഷൻ, ട്രീസും പ്ലാന്റ്സും അധികം ഇല്ലാത്ത ഏരിയാസിൽ ഹ്യൂമസ് പൂറാണ്. അതുപോലെ തന്നെ സെമി അരിഡ് എൻവയോൺമെൻറ്റ്, അധികം ഡ്രൈ ആയിട്ടുള്ള ഏരിയയിലും ഇത് ഹ്യൂമസ് പൂറാണ്. സോ ദീസ് ആർ ദ പോയിന്റ്സ് അബൌട്ട് ലാറ്ററൈറ്റ് സോയിൽ. Now let's move to next type of soil, forest and mountain soil. Point number 1, let's see where this type of soil is found. It is mainly found in the hilly and mountainous areas. അതാ പേരിൽ തന്നെ കിട്ടും. നമുക്ക് ഹില്ലി ആയിട്ടുള്ള ഏരിയാസിലും അതുപോലെ മൗണ്ടൻ ഏരിയാസിലുമാണ് സോയിൽ കൂടുതൽ കാണപ്പെടുന്നത്. പക്ഷെ മറ്റൊരു കണ്ടീഷൻ കൂടി ഉണ്ട്, വേർ സഫീഷ്യൻറ്റ് റെയിൻ ഫോറസ്റ്റ് ആർ അവൈലബിൾ. അതൊരു കണ്ടീഷനാണ്. കൂടുതൽ റെയിൻ ഫോറസ്റ്റ് ഉള്ള ഏരിയാസിൽ മാത്രമേ അത് കാണുകയുള്ളൂ. അല്ലാതെ എല്ലാ ഹില്ലിലും എല്ലാ മോഡേൺ ഏരിയാസിലും
ഇത്തരം സോയിൽ കാണപ്പെടുന്നില്ല. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ ഫീച്ചേഴ്സ് ഓഫ് ദി സോയിൽ. നമ്മൾ നേരത്തെ ലാറ്ററൽ സോയിൽ പറഞ്ഞിരുന്നു പല ലൊക്കേഷൻ അനുസരിച്ച് അതിൻ്റെ ഫീച്ചേഴ്സിൽ വ്യത്യാസം ഉണ്ടാവാം. നേരത്തെ പറഞ്ഞില്ലേ, സെമി ആരിഡ് റീജിയൻസിൽ അത് ഹ്യൂമസ് പൂറാണ്, അതുപോലെ സ്പാർസ് വെജിറ്റേഷനിൽ ഹ്യൂമസ് പൂറാണ്, മറ്റിടത്തെല്ലാം കമ്പാരിറ്റീവ്ലി ഹ്യൂമസ് റിച്ച് ആണ്. അതുപോലെ തന്നെ ദ ഫീച്ചേഴ്സ് ഓഫ് ദി സോയിൽ ആൾസോ ഡിഫർ ബേസ്ഡ് ഓൺ ലൊക്കേഷൻ അനുസരിച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ മാറ്റം ഉണ്ടാവാം. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 3 കണ്ടീഷൻ എന്ന്. ഫസ്റ്റ് ലൊക്കേഷൻ, വാലി സൈഡ്. വാലിയുടെ സൈഡിൽ എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ആക്ച്വലി യൂഷ്വലി ഇൻ വാലി സൈഡ് ദി സോയിൽ ഈസ് ലോമി ആൻഡ് സിൽറ്റി. നിങ്ങൾക്കറിയാം ലോമി എന്നൊക്കെ, നിങ്ങൾ ഈ വാക്ക് പലതവണ ചെറിയ ക്ലാസ്സിൽ കേട്ടുള്ള വാക്കുകളാണ്, ലോമി, സിൽറ്റി എന്നുള്ളതൊക്കെ. ലോമി എന്ന് പറയുന്നത് നത്തിങ് ബട്ട് ക്ലേ ടൈപ്പ് ഓഫ് സോയിൽ. അപ്പോൾ വാലി സൈഡിൽ ഇത് ക്ലേ ആയിട്ടാണ് കാണപ്പെടുന്നത്. ക്ലേ മാത്രമല്ല, സിൽറ്റി ആൾസോ. സിൽറ്റി എന്ന് പറഞ്ഞാലും എ ടൈപ്പ് ഓഫ് ക്ലേ സോയിൽ തന്നെയാണ്, ബട്ട് അതിൽ സാൻഡിൻ്റെ ഒരു അംശം കൂടെ ഉണ്ടായിരിക്കും. സോ ഇൻ വാലി സൈഡ് ദി സോയിൽ ഈസ് ഫൗണ്ട് ഇൻ 2 ഫോംസ്, ലോമി ആൻഡ് സിൽറ്റി. ബട്ട് ഇൻ ദി അപ്പർ സ്ലോപ്പ്, നമ്മളൊരു വാലിയുടെ അപ്പർ സ്ലോപ്പിലാണത് കാണുന്നതെങ്കിൽ അവിടെ അത് ലോമി അല്ല, സിൽറ്റിയുമല്ല, ബട്ട് കോഴ്സ് ഗ്രെയിൻ. എന്താ കോഴ്സ് ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ 9th പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ് കോഴ്സ് എന്നുള്ളത്. കുറച്ചുകൂടെ വലിപ്പം കൂടിയ റോക്ക് പാർട്ടിക്കിൾസ് ഉള്ളതായിരിക്കും. ലോമി അല്ല, സിൽറ്റി അല്ല, ബട്ട് കോഴ്സ് ഗ്രെയിൻ. വി ക്യാൻ സീ സം ബിഗ് റോക്ക് പാർട്ടിക്കിൾസ് ഹിയർ ഇൻ ദ ഫോം ഓഫ് ഗ്രാന്യൂൾസ് ആൻഡ് ഓൾ. ഓക്കെ, സോ വാലി സൈഡ് ലോമി ആൻഡ് സിൽറ്റി, അപ്പർ സ്ലോപ്പ് കോഴ്സ് ഗ്രെയിൻ. ഇനി ഒരു വാലിയുടെ ലോവർ പാർട്ടിലാണെങ്കിലോ, ഇൻ ലോവർ പാർട്ട് ഓഫ് എ വാലി ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ഫോം ഓഫ് സിൽറ്റ്. ഇറ്റ് ഈസ് സിൽറ്റി. നമ്മളിവിടെ പറഞ്ഞു സിൽറ്റി എന്ന് പറയുന്നത് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ക്ലേ ആൻഡ് സാൻഡ്. ഓക്കെ, സോ ഒരു വാലിയുടെ ഏറ്റവും താഴ്ന്ന പാർട്ടിലാണ് കാണപ്പെടുന്നതെങ്കിൽ അവിടെ ഇത് സിൽറ്റി ആയിരിക്കും. ഇനി അതുമല്ല, ഇത് കാണുന്നത് സ്നോ കവേർഡ് ഏരിയാസിലാണെങ്കിലോ, നമുക്കറിയാം ഹിമാലയാസ് പോലുള്ള ഏരിയാസിലാണെങ്കിൽ സ്നോ കവേർഡ് ഏരിയാസ് ഓഫ് ഹിമാലയ എക്സ്പീരിയൻസ് ഡെന്യൂഡേഷൻ ആൻഡ് ആർ അസിഡിക് വിത്ത് ലോ ഹ്യൂമസ് കണ്ടന്റ്. അതായത് നമുക്കറിയാം കൂടുതൽ നമ്മൾ ഈ സ്നോഫാൾ എന്ന് പറയുന്നത് റെയിൻഫാൾ പോലെ തന്നെയാണ്. അപ്പോൾ അത് എന്തിനു കാരണമാകുന്നു, നമ്മുടെ ആ അപ്പർ സോയിലിൻ്റെ അല്ലെങ്കിൽ ടോപ്പ് സോയിലിൻ്റെ ആ വാഷിംഗ് അവേ പ്രോസസ്സിന് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ലാറ്ററൽ സോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്നോഫാൾ അധികമായത് കാരണം ഈ സ്നോഫാൾ അതിൻ്റെ ടോപ്പ് പാർട്ടെല്ലാം വാഷ് അവേ ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ എന്തായിരിക്കും, അവിടെ ഇത് ലോ ഹ്യൂമസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. മാത്രമല്ല കുറച്ച് അസിഡിക്കുമായിരിക്കും. So in snow covered area it has 2 features, acidic and humus poor, or you can tell low humus content or less humus content. So in short, these are the features of forest and mountain soil and laterite soil. Thanks for watching. If the class are useful, share with your friends also.